ഹലോ ഹായ് ആൾ. അങ്ങനെ സ്കോട്ട്ലൻഡ് ഡയറീസ് ഡേ 2. രാവിലെ നമ്മളെല്ലാവരും എഴുന്നേറ്റു. മൈ ലിറ്റിൽ മഞ്ച്കിൻസ് അവരുടെ ആ ക്യൂട്ട് സ്മൈലിൽ എൻ്റെ ഡേ സ്റ്റാർട്ടായി. ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് വി ഗോട്ട് റെഡി ആൻഡ് ഹെഡഡ് ടു അവർ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ, ദാറ്റ് ഈസ് ദ ഫാൽക്കിർക്ക് വീൽ. ഫാൽക്കിർക്ക് വീൽ എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയറിംഗ് മാർവലാണ്. ലിറ്ററലി എ റൊട്ടേറ്റിംഗ് വീൽ ദാറ്റ് ലിഫ്റ്റ്സ് ബോട്ട്സ് അപ്പ് ഫ്രം വൺ കനാൽ ടു അനദർ. ജസ്റ്റ് വൺ ചേഞ്ച് വീൽ സ്ലോ ആയി റൊട്ടേറ്റ് ചെയ്ത് ബോട്ടിനെ എലിവേറ്റ് ചെയ്യും. സോ സ്മൂത്ത്, സോ ബ്യൂട്ടിഫുൾ ടു വാച്ച്. നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്തു. 1 hour അതിൻ്റെ ടോട്ടൽ ടൈം. ബോട്ടിൽ കയറാനായിട്ട് നമുക്ക് കുറച്ച് വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. സോ അതിനിടയിൽ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫുൾ സെൽഫീസ്, ഫാമിലി പിക്സ്, റാൻഡം ക്ലിക്സ്, അങ്ങനെ എവരി കോർണർ ലുക്സ് ഇൻസ്റ്റാഗ്രാം വർത്തി, അങ്ങനെ വേണം പറയാൻ. പിന്നെ നമ്മൾ ബോട്ടിൽ കയറായി. അപ്പോൾ അതിനകത്തൊരു ഫ്രണ്ട്ലി ഗൈഡ് വന്നിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതായത് ഇതൊരു വേൾഡ് ഫേമസ് എഞ്ചിനീയറിംഗ് ബ്രില്യൻസ് ആണെന്നും സിമ്പിൾ ആൻഡ് ജീനിയസ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളാണ് അതിൻ്റെ ബിഹൈൻഡ് ആയിട്ടുള്ളത്. ഒരു കൈൻഡ് ഓഫ് ബാലൻസ്ഡ് റൊട്ടേഷൻ. വളരെ കുറച്ച് എനർജിയിലാണ് ഈ വീൽസ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ പതുക്കെ ബോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു മൊമെൻറ്റ് നമുക്ക് ശരിക്കും ഫീലാവും. ഒരു സൈഡിൽ ബോട്ട് ഉയരുന്നതും മറ്റൊരു സൈഡിൽ വീല് ടേൺ ആവുന്നതും. തീർച്ചയായിട്ടും പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്. പിന്നെ മുകളിൽ ചെന്നിട്ട് നമുക്ക് കാണുന്നത് നല്ലൊരു വ്യൂ ആണ്. അവിടെ നിന്ന് എന്തൊക്കെയായിട്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുള്ളതൊക്കെ ആ ഗൈഡ്സ് പറഞ്ഞു തരുന്നുണ്ട്. ഇക്വൻ സ്കൾപ്ചേഴ്സൊക്കെ നമുക്ക് ഇവിടെ നിന്നും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പോയിന്റ് എവിടേക്കാണ് നോക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഗൈഡ്സ് പറഞ്ഞു തരുന്നുണ്ട്. മുകളിലെത്തിയതിന് ശേഷം അത് പതുക്കെ മൂവ് ആവാൻ തുടങ്ങി. ഒരു കനാൽ ടണലിൽ കൂടിയാണ് നെക്സ്റ്റ് അത് കടന്നു പോകാൻ പോകുന്നത്. ആർക്കിമിഡീസ് എന്ന് തന്നെയാണ് നമ്മൾ കയറിയിട്ടുള്ള ബോട്ടിൻ്റെ പേരും കേട്ടോ. അപ്പോൾ കനാൽ ടണലിൽ കൂടിയുള്ള യാത്ര വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതിനകത്ത് ഒരു പ്രത്യേകം ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലൈറ്റ് ആ ടണലിൻ്റെ വാൾസിലൊക്കെ തട്ടി റിഫ്ലക്റ്റ് ആവുക കാരണമൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ ഒരു കാഴ്ചയൊക്കെ. വെതർ ഈ പറഞ്ഞ പോലെ കുറച്ച് റെയിനി ആൻഡ് ക്ലൗഡി ആയിട്ടാണ് കാണിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ മഴ ഇങ്ങനെ ചിണുങ്ങി കുണുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് ഏതാണെന്ന് വെച്ചാൽ ലോച്ച് ലോമോൺ ലേക്ക്. നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും അറൗണ്ട് 4-4:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് നടന്ന് നീങ്ങുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ലോച്ച് ലോമോൺ ലേക്കിൻ്റെ ഒരു അത്ഭുത സൗന്ദര്യം, അങ്ങനെയൊക്കെ വേണം പറയാൻ. അതിൻ്റെ ആ ഒരു ഞാൻ അനുഭവിച്ച ഒരു ഭംഗി പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ എനിക്കറിയില്ല. ഭയങ്കരമായ ഒരു കാം ആൻഡ് ക്വയറ്റ് ഫീലിംഗ്. ഞാനങ്ങനെ നിന്നുപോയി ആ ഒരു ഭംഗി ആവാഹിച്ചുകൊണ്ട്. വളരെ പോസിറ്റീവ് ആൻഡ് പീസ്ഫുൾ വൈബായിരുന്നു അവിടെ എനിക്ക് ഫീലായത്. പ്യൂർലി മാജിക്കൽ. ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്പോട്ട്സ് ഐ ഹാവ് എവർ സീൻ. അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. കുറച്ച് നല്ല പിക്സൊക്കെ എടുത്തു. സെക്കൻഡ് ഡേ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള സ്റ്റേ ഗ്ലാസ്ഗോയിലായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നിയർലി 45 minutes ജേണിയാണ് ഗ്ലാസ്ഗോയിലോട്ടുള്ളത്. ഗ്ലാസ്ഗോ സിറ്റി അത്യാവശ്യം എല്ലാം ഉള്ള നല്ലൊരു സിറ്റി ആയിരുന്നു. ഈവനിങ് 7 o'clock കൂടി നമ്മൾ അവിടെ എത്തി. നമ്മളുടെ സ്റ്റേയിലെത്തി. കീ ഒക്കെ വാങ്ങി. റൂം നൈസായിട്ടുണ്ടായിരുന്നു. ക്ലീൻ, വെൽ ഓർഗനൈസ്ഡ്, നോട്ട് ടു മച്ച്, നോട്ട് ടു ലെസ്. അങ്ങനെ ഒരു കോസി ലൈറ്റിംഗ്, കംഫി ബെഡ്സ്, അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഒന്ന് ഫ്രഷ് ആയ ശേഷം ഡിന്നർ കഴിക്കാനായിട്ട് നമ്മൾ ചായവാലയിലാണ് പോയത്. ഡെലീഷ്യസ് ആൻഡ് ഫ്ലേവേർഡ് ഫുഡ്. എക്സാക്ട്ലി നമ്മളൊരു ലോങ് ജേണിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് അത് തന്നെ. ആൻഡ് ഓഫ് കോഴ്സ് ദ ബെസ്റ്റ് പാർട്ട് ചായ. ഞാനൊരു ടീ ലവറാണ് കേട്ടോ. ബേബി ആൻഡ് അത്വിക് ബോത്ത് ഫൈൻ ആൻഡ് ഹാപ്പി. So yeah, that's how the day 2 wrapped up. Day 3 loading. Stay tuned for more amazing places and moments from Scotland. Thank you for watching.